പൊതുവെ UDF-ന് അനുകൂലമായ സാഹചര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഈ ത്രിതല പഞ്ചായത്തുകളിലാണെങ്കിലും കോർപ്പറേഷനുകളിലാണെങ്കിലും ഇപ്പോൾ UDF-ന് അനുകൂലമായ സാഹചര്യം വരുന്നു. അതിനിടയിൽ ശ്രദ്ധേയമായ ചില ഫലങ്ങൾ കൂടി വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് 3 മുന്നണികളെയും ഒരേപോലെ മറികടന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. കണ്ണമൂല വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 373 വോട്ടിനാണ് രാധാകൃഷ്ണന്റെ വിജയം. LDF, UDF, NDA മുന്നണികളെ മറികടന്നുകൊണ്ടാണ് രാധാകൃഷ്ണന്റെ വിജയം. അതേസമയം കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്ത, കണ്ണൂരിൽ നേരത്തെ കോടതി ശിക്ഷിച്ച LDF സ്ഥാനാർത്ഥി, പയ്യന്നൂർ നഗരസഭയിലെ വെള്ളൂർ വാർഡിലെ LDF സ്ഥാനാർത്ഥി VK നിഷാദ് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട VK നിഷാദ് ഇപ്പോൾ ജയിലിലാണ്. ആ നിഷാദാണ് ഇപ്പോൾ കണ്ണൂരിൽ വിജയിച്ചിരിക്കുന്നത്. LDF-ന്റെ ഒരു ഉറച്ച കോട്ടയിലാണ് അദ്ദേഹം മത്സരിച്ചത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. നിലവിൽ ഒരു പൊതുചിത്രം പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിൽ UDF 4 സീറ്റ് നേടി മുന്നേറ്റം തുടരുകയാണ്. LDF-ന് 1 സീറ്റ് മാത്രമേ ഉള്ളൂ. NDA 1 സീറ്റിൽ. കൊല്ലം കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ 12 സീറ്റുമായി UDF, LDF-ന് 15 ആണ്, NDA-ക്ക് 4. കൊച്ചിയിലേക്ക് വരുമ്പോൾ 47 ആണ് UDF, LDF 26, NDA 3. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ UDF കോർപ്പറേഷൻ സ്വന്തമാക്കി കഴിഞ്ഞു. 33 സീറ്റ്, 14 LDF, 8 NDA. ഒപ്പം തന്നെ കോഴിക്കോട് 21 LDF, 16 UDF, NDA 10. കണ്ണൂരിലേക്ക് വരുമ്പോൾ 12 LDF, 24 UDF, 3 NDA. അങ്ങനെ പൊതുചിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും UDF-ന് വൻ നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.